എത്ര പേർക്ക് പറ്റും സ്വന്തം രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്ത് പോയി അവിടുത്തെ പോലീസിന്റെ കസ്റ്റഡിയിലാകാനൊക്കെ എത്ര പേർക്ക് ഭാഗ്യം ഉണ്ടാകും? അത് നമ്മൾ പറഞ്ഞപ്പോഴാണ് സത്യത്തിൽ നമ്മളെ പിടിച്ചോണ്ട് വന്നിരിക്കുന്നത് നമ്മളുടെ കയ്യിലുള്ള തെറ്റുകളോ നമ്മളുടെ ഡോക്യുമെന്റ്സിന്റെ പോരായ്മകളോ കൊണ്ടിട്ടല്ല. നേരത്തെ വേറെ ട്വിസ്റ്റ് ഉണ്ട്. അങ്ങോട്ട് എത്തിയ പാടെ അവിടെ ഞങ്ങളെ പിടിച്ചു. അവിടെ ഞങ്ങളെ പിടിച്ചു. പുറത്തോട്ട് കറക്റ്റാണോ? നീ ഇവിടെ വന്ന് നിൽക്കേണ്ടതാ. ഇവിടെ ഓക്കെ. എന്താ അപ്പം നമ്മുടെ അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ലാസ്റ്റ് നമ്മൾ കഴിഞ്ഞ ഒരു 3 വീഡിയോയിൽ ഏകദേശം ഫുൾ ട്രാവൽ ചെയ്യുന്നതിനെ കുറിച്ചും ഓരോന്ന് കണ്ടതിനെ കുറിച്ചും ഒക്കെയുള്ള കാര്യങ്ങളാണ്. ഇത് അങ്ങനത്തെ ഒരു വീഡിയോ അല്ല. ഇത് കംപ്ലീറ്റ്ലി നമുക്ക് ഒരു യാത്രയിൽ സംഭവിച്ച ഒരു കാര്യം. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞു നിർത്തിയ പോലെ ഞങ്ങൾ സെർബിയ കണ്ടു കഴിഞ്ഞ് നിൽക്കുന്നത് വരെ പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ നമ്മൾ നെക്സ്റ്റ് നമ്മുടെ പ്ലാൻ അനുസരിച്ച് മോണ്ടനീഗ്രോയിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ബോർഡർ ക്രോസ് ചെയ്യാനായിട്ട് സെർബിയയുടെ ബോർഡറിൽ നിൽക്കുമ്പം ജിബു ഡോക്യുമെൻറ്റ്സ് എല്ലാം നമ്മൾ കാറിലിരുന്ന് തന്നെ എല്ലാം കൊടുത്താൽ ഇപ്പോൾ ജിബുവാണ് ഡോക്യുമെൻറ്റ്സ് എല്ലാം അവിടുത്തെ ഓഫീസേഴ്സിനെ കാണിക്കുന്നത്. ഇപ്പോൾ അവർ നമുക്ക് ഓൾറെഡി സെർബിയനെക്കുറിച്ച് മനസ്സിലൊരു നെഗറ്റീവ് തോട്ടോടു കൂടിയാണ് നമ്മളവിടെ നിൽക്കുന്നത്. കാരണം നമുക്ക് ഫ്രണ്ട്സൊക്കെ ഏകദേശം പറഞ്ഞിട്ടൊക്കെ ഉള്ള ഒരു അറിവ് വെച്ചിട്ടും എന്തോ ഒരു നെഗറ്റീവ് ഉണ്ട് അതിനെക്കുറിച്ച് മനസ്സിനകത്ത്. നമ്മൾ അത്രയും നല്ല എക്സ്പീരിയൻസ് ഒക്കെ അവിടെ ഉണ്ടെങ്കിലും ഞങ്ങളുടെ ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള യാത്രയിൽ ഒരിക്കലും ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഫീൽ വന്നില്ല കേട്ടോ. നമ്മൾ ഇടപെട്ട ആൾക്കാരാണെങ്കിലും നമ്മൾ ഇന്ത്യൻസ് ആണെന്നൊക്കെ പറയുമ്പോൾ അവർക്ക് നമ്മളോടുള്ള ഒരു സ്നേഹവും ആ റെസ്പെക്റ്റും ഒക്കെ ഭയങ്കര നമുക്ക് പുറമേ നമ്മൾ പോകുന്നതിന് മുമ്പ് നമുക്ക് കിട്ടിയ ഒരു നെഗറ്റീവ് വൈബ് അല്ലായിരുന്നു നമ്മൾ ആ കൺട്രിയിൽ കറങ്ങുന്ന സമയത്ത്. നമുക്ക് എല്ലാ ആൾക്കാരും വളരെ സഹകരണവും വളരെ ഹാപ്പി ആയിട്ടുള്ളതും അങ്ങനെ നല്ല രീതിയിൽ സഹായം ലഭിക്കുന്ന ഒരു ടീമായിരുന്നു നമുക്ക് അവിടെ എല്ലാ ആൾക്കാരിൽ നിന്നും നമുക്ക് ലഭിച്ചത്. ഇപ്പം ഞാനാണെങ്കിൽ ചുമ്മാതെ എൻ്റെ ഓഫീസിൽ സംസാരിച്ച സമയത്തും അതിൻ്റെ നിയർ ബൈ കൺട്രി സെർബിയ ഉണ്ടെന്ന് പറഞ്ഞപ്പം എനിക്ക് എൻ്റെ കൂടെയുള്ള കൊളീഗ്സിൻ്റെ നിന്ന് കിട്ടിയ ഒരു ഫീഡ്ബാക്ക് വളരെ ഇച്ചിരി ടെൻഷൻ അടിപ്പിക്കുന്ന പോലത്തെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ ഓഫീസേഴ്സിൻ്റെ കയ്യിൽ ഡോക്യുമെൻറ്റ്സ് കൊടുത്തപ്പം ഇവരാരും നമ്മളോടൊന്ന് ഇംഗ്ലീഷിൽ തിരിച്ച് സംസാരിക്കാനായിട്ട് അവരാരും ശ്രമിക്കുന്നില്ല. അവരെല്ലാവരും അവരുടെ ലാംഗ്വേജിൽ തന്നെയാണ് തിരിച്ച് സംസാരിക്കുന്നത്. അപ്പം ഒരു ലാംഗ്വേജ് ഇഷ്യൂ അവിടെ ഉണ്ട്. അപ്പോൾ ഇവരെന്നെങ്കിൽ നമ്മളോട് പിന്നെ ജിബു വണ്ടിയിൽ നിന്ന് ഇറങ്ങി പോകുന്നതാണ് ഞാൻ കാണുന്നത്. ജിബു വണ്ടിയിൽ നിന്ന് ഇറങ്ങി പോകുന്നു. ഒരു ഓഫീസർ ജിബുവിനെ വിളിച്ചുകൊണ്ട് പോകുന്നു. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ജിബു എൻ്റെ അടുത്ത് വന്ന് തിരിച്ചു വന്നു. അപ്പം ഞാൻ കാറിൽ നമുക്കറിയാലോ ഒരു ക്യൂ ആയിരിക്കുമല്ലോ. നമ്മളൊരു ക്യൂവിൽ കിടക്കുമായിരുന്നു. അപ്പം ഈ ക്യൂവിൽ നിന്ന് മാറ്റിയെടുത്ത് വണ്ടി അവരുടെ ഒരു ചെറിയൊരു സ്പേസ് ഉണ്ട് അവിടെ പാർക്കിംഗ് സ്പേസിൽ കൊണ്ടുവന്ന് വണ്ടി ഇട്ടിട്ട് ഞാൻ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ഡോക്യുമെൻറ്റ്സ് എല്ലാം എടുത്തുകൊണ്ട് ഞാൻ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് വണ്ടി ഞാൻ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ട് അവിടുന്ന് വണ്ടിയുടെ ഡോക്യുമെൻറ്റ്സും ഞങ്ങളുടെ ഐഡിയും പാസ്പോർട്ടും അങ്ങനെയുള്ളതെല്ലാം ഞങ്ങളുടെ രണ്ടുപേരുടെ എടുത്തുകൊണ്ട് ഞാൻ ആ ഓഫീസിലോട്ട് ചെന്നു. അപ്പം ജിബു അവരുടെ അടുത്ത് പോയി സംസാരിച്ചതിന് ശേഷം എന്നോട് വന്ന് പറയുന്നത് അവർ പൈസ വേണമെന്ന് പറയുന്നു എന്ന് പറഞ്ഞു. ഞാൻ ഇപ്പം ഫുൾ ക്യാഷ് എന്ന് മാത്രമാണ് അവർ ഉപയോഗിക്കുന്ന ഏക ഒരു ഇംഗ്ലീഷ് വേർഡ്. അപ്പം ജിബു പറഞ്ഞു ക്യാഷ് പേ ചെയ്യാൻ പറയുന്നു. അപ്പം ഞാൻ ചോദിച്ചു നമ്മുടെ എല്ലാ ഡോക്യുമെൻറ്റ്സും ഉണ്ട്, നമ്മളിപ്പോൾ ഇത്രയും ബോർഡേഴ്സ് ക്രോസ് ചെയ്ത് വന്നു, നമ്മൾ അതുകൂടാതെ ഓൾറെഡി സെർബിയയിൽ എൻ്റർ ആയതാണ്. അപ്പോൾ സെർബിയയിൽ എൻ്റർ ആയപ്പോഴും അവർ നല്ല രീതിയിൽ നമ്മൾ വെൽക്കം ചെയ്താണ് അകത്ത് നമ്മൾ എൻ്റർ ആയത്. അപ്പം അന്നേരവും നമ്മളോട് ആരും ക്യാഷ് ചോദിച്ചില്ല. ഇതിപ്പം നമ്മൾ എക്സിറ്റ് അടിക്കുമ്പം എന്തിനാ ക്യാഷ് കൊടുക്കുന്നെന്നുള്ളൊരു ചിന്തയാണ്. അപ്പം ജിബു പറഞ്ഞു ഞാൻ എന്തായാലും അങ്ങനെ കൈക്കൂലി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ക്യാഷ് വേണം. നീ ബോർഡർ ക്രോസ് ചെയ്യണമെങ്കിൽ ക്യാഷ് അടയ്ക്കണം. അറൗണ്ട് 290 പൗണ്ട് അല്ലേ, 250 പൗണ്ട് ആ ഒരു റേഞ്ചിൽ എന്ന് പറയുമ്പോൾ ഏകദേശം 25,000-26,000 രൂപയോളം നമ്മൾ അവിടെ കെട്ടിവെക്കണം എന്നുള്ള രീതിയിലാണ് അവർ നമ്മളോട് പറയുന്നത്. പിന്നെ അവിടുത്തെ കറൻസി വേറെയാണ്. അവരത് നമ്മുടെ കറൻസിയിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് പറഞ്ഞൊരു എമൗണ്ട് ആണ് ഏകദേശം ഇത്. അപ്പം ഇത്ര എമൗണ്ട് പേ ചെയ്യാനൊക്കെ ഇവർ ഞങ്ങളോട് ആവശ്യപ്പെടുന്നത്. അപ്പം എന്തായാലും ഇപ്പം ഇവർ ഞാൻ കൈക്കൂലി മേടിക്കുന്ന ഇവർ പറഞ്ഞിട്ട് നമുക്ക് ഏകദേശം ഒരു ഊഹമുണ്ട്. അതാണ് എന്നോട് കൊളീഗ്സ് പറഞ്ഞു തന്നിട്ടുള്ള ഒരു നെഗറ്റീവ് കാര്യം. അവിടെയുള്ള ആൾക്കാരൊക്കെ കൈക്കൂലി മേടിക്കുന്ന ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പം ജിബു പറഞ്ഞു എന്തായാലും ഞാൻ കൈക്കൂലി കൊടുക്കാൻ പോകുന്നില്ല, ഞാൻ മാക്സിമം പറഞ്ഞ് നിൽക്കുമെന്ന് പറഞ്ഞു. പിന്നെ ഇത്രയും പൗണ്ട് ഒരാവശ്യമില്ല, അത് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ.
അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ പറഞ്ഞു ചെന്ന് സംസാരിക്കുക, മാക്സിമം സംസാരിച്ച് റെഡിയാക്കാൻ പറഞ്ഞു. അപ്പം ഈ സമയം കൊണ്ട് ഞങ്ങളുടെ കംപ്ലീറ്റ് ഡോക്യുമെന്റ്സും ഇവരുടെ കയ്യിലാണ്. ഞങ്ങളുടെ പാസ്പോർട്ടും ഞങ്ങളുടെ ID കാർഡ്, ഞങ്ങളുടെ ഈ ട്രാവൽ ഹിസ്റ്ററീസ് എല്ലാം അവരുടെ കയ്യിൽ കൊടുത്തിരിക്കുകയാണ്. കാറിന്റെ ഡോക്യുമെന്റ്സ് എല്ലാം ഇവർ എന്റെയും ജിബുവിന്റെ 2 പേരുടെയും ഇവർ വാങ്ങിച്ചിട്ട് ഇവർ നമുക്ക് തിരിച്ചു തന്നിട്ടില്ല. അപ്പം നമുക്കിപ്പം നെക്സ്റ്റ് എന്തോ ചെയ്യണമെന്ന് അറിയാതും കൂടെ നിൽക്കുന്ന സമയമാണ്. കാരണം ഇവര് പൈസ തരാതെ നമ്മളെ വിടത്തില്ല, പൈസ തന്നേ കാരണം ഞങ്ങളെ പറ്റത്തുള്ളൂ. വേറെ സ്ഥലത്ത് മാറ്റി നിർത്തി, വണ്ടി മാറ്റി നിർത്തി വേറൊരിടത്ത് നിൽക്കുക. അപ്പൊ ഇവര് എന്നോട്, ഞാൻ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ഇവർ എന്നോട് പറയുന്നുണ്ട്, നിനക്ക് പൈസ തരാൻ പറ്റുമോ? ഞാൻ പറഞ്ഞില്ല, തരത്തില്ല, പൈസ തരത്തില്ല. എന്നാൽ ഞങ്ങൾ ഇപ്പോൾ പോലീസിനെ വിളിക്കും. ഞാൻ പറഞ്ഞു വിളിച്ചോ, കുഴപ്പമില്ല, കാരണം നമ്മൾ ഫേസ് ചെയ്യാൻ റെഡിയാണ്. അതിന്റെ ഇതുകൊണ്ടാണ് കൂടെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ജിബുവിനോട് ഇവർ പറയുന്നുണ്ട്, നീ കാർ ഇവിടെ പാർക്ക് ചെയ്തിട്ട് നീ വേറൊരു വണ്ടി എടുത്ത് ടാക്സി പിടിച്ച് ഒരു കുറച്ച് ദൂരം പോയിട്ട് അവിടെ കൊണ്ട് പൈസ പേ ചെയ്യാനൊക്കെ ഇവർ പറയുന്നത്. അവിടെ നിനക്ക് ATM ഉണ്ടോ? ATM ഉണ്ടെങ്കിൽ ക്യാഷ് വിഡ്രോ ചെയ്തിട്ട് ബാക്കി ഞങ്ങൾ പറഞ്ഞു തരാം, അതനുസരിച്ച് നീ ചെയ്താൽ മതി എന്നൊക്കെ ഇവർ പക്ഷേ ഈ പറയുന്നത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാകും. ഒന്നാമത്തെ കാര്യം ലാംഗ്വേജിൻ്റെ ഇഷ്യൂസ്. ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ലാംഗ്വേജിൻ്റെ ഒരു ഇഷ്യൂസ് അവിടെ ഒരുപാട് നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട്. അവരുദ്ദേശിക്കുന്നതായിരിക്കത്തില്ല. അവർ ചിലപ്പോൾ നമ്മളെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യാൻ നോക്കുന്നത്, നമുക്കത് ഭയങ്കരമായിട്ട് ഹാർഷായിട്ട് നമ്മളോട് സംസാരിക്കുന്ന പോലെയൊക്കെ ആയിരിക്കും നമുക്ക് തോന്നുന്നത്. അപ്പോൾ ആ ഒരു ഇതുണ്ട്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, പോലീസിനെ വിളിച്ചു, എനിക്ക് കുഴപ്പമില്ല, പോലീസ് വന്നു കഴിഞ്ഞാൽ നിനക്ക് പ്രശ്നമാകും, നിന്നെ കോടതിയിലോട്ട് കൊണ്ടുപോകും, നിന്നെ റിമാൻഡ് ചെയ്യേണ്ടി വരും, പിന്നെ കോടതിയുടെ ഇതനുസരിച്ച് നമ്മൾ നാട്ടിൽ ഇതേപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് എനിക്ക് അങ്ങനെ ഒരു പേടി വന്നില്ല. പക്ഷേ ഇത് നമ്മുടെ സ്വന്തം നാട്ടിലാണെങ്കിൽ നമുക്ക് പറഞ്ഞു നിൽക്കാം, ലാംഗ്വേജ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്, നമുക്ക് കറക്റ്റായിട്ടുള്ള പ്രോപ്പറായിട്ട് ഇവരെന്താണ് ഉദ്ദേശിക്കുന്നുള്ളത് നമുക്ക് മനസ്സിലാവും. പക്ഷേ ഇവർ ഉദ്ദേശിക്കുന്നത് എന്താണ് നമുക്ക് മനസ്സിലാകുന്നുമില്ല. ഇവരിങ്ങനെയൊക്കെ ഉള്ള ഓരോ ചെറിയ ചെറിയ വാക്കുകൾ കൊണ്ടാണ് നമ്മളോട് സംസാരിക്കുന്നത്. അപ്പം ഈ സമയത്തൊക്കെ ഞാൻ ഒറ്റയ്ക്ക് കാറിനകത്ത് ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിരിക്കുകയും ജിബുവിനെ മാത്രം ഇവർ വിളിച്ചോണ്ട് പോയി കാര്യങ്ങൾ ഡീൽ ചെയ്യുകയും. പിന്നെ അവിടെ എങ്ങും അങ്ങനെ ലേഡീസിനെ എങ്ങും കാണുന്നേ ഇല്ല. ഞാൻ ഒറ്റ ഒരു ലേഡിയെ ഞാൻ ആ ഒരു ഏരിയ മൊത്തത്തിൽ അവിടെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എന്നെ അങ്ങോട്ട് അവർ ഒരു കാര്യത്തിനും വിളിപ്പിക്കുകയോ എന്നോടൊന്നും ചോദിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. എനിക്ക് ജിബു ഇങ്ങനെ ഓരോ ഇടയ്ക്കിടയ്ക്ക് ഒരു 15-20 മിനിറ്റ് കൂടുമ്പം എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുമ്പോഴാണ് എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ ഞാൻ അറിയുന്നത്. അപ്പം അതുവരെ ഞാൻ ടെൻഷൻ അടിച്ചിരിക്കുക. അപ്പോൾ ഇതിനിടയിൽ സത്യത്തിൽ അവിടെ ഉള്ള ഒരു ഓഫീസർ, പുള്ളിക്കാരൻ കുറച്ചൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാം. പുള്ളി എന്നെ വിളിച്ചോണ്ട് മാറ്റി നിർത്തിയിട്ട് എന്നോട് പറഞ്ഞു, നീ ഇത്രയും ദൂരത്തൊന്നും വരുന്നില്ല, നിനക്ക് ഫാമിലി ഉള്ളതല്ലേ, നീ അവർ പറയുന്ന പൈസ കൊടുത്തിട്ട് നീ പെട്ടെന്ന് തന്നെ ഇവിടുന്ന് എക്സിറ്റ് ആകാൻ നോക്ക്. നീ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അവർ പോലീസിനെ വിളിക്കും, പോലീസ് വന്നു കഴിഞ്ഞാൽ നിന്നെ കോർട്ടിൽ കൊണ്ടുവരും, പിന്നെ കോടതി വിധിക്കുന്നത് പോലെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകത്തുള്ളൂ, നിൻ്റെ വൈഫ് അവിടെ ഒറ്റയ്ക്കല്ലേ എന്നൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എന്തിനാണ് പൈസ കൊടുക്കുന്നത്? അപ്പോൾ പൈസ കൊടുക്കുന്ന കാര്യം പറയുമ്പം ഇവർക്ക് സത്യത്തിൽ അവർക്ക് അത് എന്നോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയത്തില്ല. അതെന്താണ് ക്യാഷ് 250 ക്യാഷ് നമുക്ക് വേണം എന്നുള്ള രീതിയിലാണ് ഇവർ സംസാരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ അപ്പം ഞങ്ങളിപ്പം പറഞ്ഞു, ഞങ്ങളുടെ പൈസ ഒന്നുമില്ല, ഞങ്ങൾ ക്യാഷ് ഒന്നും കയ്യിൽ കൊണ്ടു നട. അപ്പം നിങ്ങൾ ക്യാഷ് ഇല്ലാതെ എങ്ങനെയാണ് നിങ്ങൾ ട്രിപ്പ് പോകുന്നത്, നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഇല്ലേ എന്നൊക്കെ ഇവർ കൂടുതലും ക്യാഷിനെ കുറിച്ച് തന്നെ സംസാരിക്കും. അപ്പം ഞങ്ങളൊന്നുമില്ല, ഞങ്ങളുടെ ക്യാഷ് ഒന്നുമില്ല, ആകെ ചെറിയ എമൗണ്ട് ക്യാഷായിട്ട് കയ്യിലുള്ളൂ, കാർഡ് ഉണ്ടെന്നൊക്കെ. ഏകദേശം ഒരു 100 പൗണ്ടിന്റെ താഴെ ഒരു 70 പൗണ്ടോളം എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അപ്പോൾ അത് ഞാൻ വേണമെങ്കിൽ തരാം എന്നുള്ള. കാരണം നമ്മൾ ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് കുറച്ചും കൂടി നമ്മൾ ഒത്തിരി ടൈം ഒരു പൊക്കോണ്ടിരിക്കുക. 6 മണിയായപ്പോൾ നമ്മൾ ബോർഡറിൽ 6 മണി ആ ടൈമിൽ ബോർഡറിൽ എത്തി. നമ്മളൊരു 8 മണി വരെയും ഇവരോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു, ശരി ഓക്കെ, നിങ്ങൾ ഫർദറായിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ മൂവ്മെൻറ്റ് നടത്താൻ പറഞ്ഞു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പോലീസ് വണ്ടി വന്നു. 2 പോലീസ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. അവർ പുറത്തിറങ്ങി വന്നു, അവരെന്നെ അകത്തോട്ട് വിളിച്ചു, അവരെൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം ചെക്ക് ചെയ്തു. അപ്പം പോലീസ് വന്ന സമയത്ത് ജിബുവിനെ അവർ കൊണ്ടുപോയല്ലോ. അപ്പോൾ ആ ടൈമിൽ ഞങ്ങൾ eSIM ആണല്ലോ അവിടെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്കെന്തെങ്കിൽ സെർബിയയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് മോണ്ടിനീഗ്രോയിലോട്ട് കയറുന്നതിന് തൊട്ട് മുമ്പായിട്ട് അടുത്ത eSIM എടുക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ കറൻ്റ്ലി എനിക്ക് ഫോണിൽ നെറ്റ് ഇല്ല. അപ്പം എനിക്കൊന്നും തന്നെ ചെക്ക് ചെയ്യാൻ പറ്റുന്നില്ല. വൈഫൈ കണക്ട് ചെയ്തിട്ട് വൈഫൈ കിട്ടുന്നില്ല, അങ്ങനെ ഒരു ഇതിലും. പിന്നെ കുറേ ട്രൈ ചെയ്ത് ഞാൻ eSIM കണക്ട് ചെയ്തിട്ട് ഞാൻ നോക്കി. പിന്നെ എൻ്റെ ഫുള്ള് എങ്ങനെ ഇപ്പം ബ്രൈബറിയുടെ കാര്യത്തിൽ എങ്ങനെ ഒരു അടുത്ത ആക്ഷൻ എടുക്കാം, ആരോടാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്, ഏത് ഓഫീസറിനെയാണ് വിളിച്ച് സംസാരിച്ച് ഇവരിങ്ങനെ കൈക്കൂലി നമ്മളോട് ആവശ്യപ്പെട്ടു എന്നുള്ള കാര്യം
സംസാരിക്കുക. ഇതൊക്കെയാണ് ഞാൻ അവിടെ ഇരുന്ന് നോക്കുന്നത്. പിന്നെ എനിക്ക് എങ്ങനെ എവിഡൻസ് കളക്ട് ചെയ്യാം? കാരണം ഇവർ നമ്മളോട് ഇത് ചോദിച്ചു, ഇവർ നമ്മളെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചു എന്നുള്ള കാര്യം എവിടെയെങ്കിലും റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ എവിഡൻസ് വേണമല്ലോ. അപ്പം ഞാൻ അങ്ങനെയൊക്കെ അതിനെക്കുറിച്ചൊക്കെ ഭയങ്കരമായിട്ട് ഇരുന്ന് ചിന്തിക്കും. അപ്പോൾ എനിക്ക് കാരണത്തിരുന്നുകൊണ്ട് ജിബുവിനെ അവിടെ അവർ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് എനിക്ക് കാണാം. പോലീസ് വന്നിട്ട് അവർ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് കാണാം. അപ്പോൾ ഞങ്ങളോട് ആദ്യമേ ക്യാഷ് ചോദിച്ച ആളാണ് ഇതിനകത്ത് ഇത്രയും സ്ട്രോങ് ആയിട്ട് നിന്നിട്ട് സംസാരിക്കുന്നത്. അപ്പം ഞാൻ അന്നേ വണ്ടിയിൽ ഇരുന്നുകൊണ്ട് എൻ്റെ ഫോൺ വെച്ചിട്ട് ആളുടെ ഫോട്ടോ ഞാൻ എടുത്തു വെച്ചു. അപ്പം എനിക്കതൊരു എവിഡൻസ് ആയി. ഏത് സ്റ്റാഫിനെ കുറിച്ച് പറയണമെങ്കിൽ എനിക്ക് എൻ്റെ അയാളുടെ ഫോട്ടോ ഉണ്ട്. ജിബുവിനോട് സംസാരിക്കാൻ വന്നപ്പോൾ ഞാൻ ജിബുവിനോട് പറഞ്ഞായിരുന്നു ആ ആളുടെ ID അവരുടെ എന്തായാലും ബാഡ്ജ് കാണുമല്ലോ. അപ്പൊ ആ ബാഡ്ജ് നമ്പറും ഞാൻ ഇവളോട് പറഞ്ഞു കൊടുത്തു. എനിക്ക് ഫോട്ടോ എടുക്കും, എന്തെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കാൻ പറഞ്ഞു. ജിബു അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കൊരു കംപ്ലൈന്റ് ഇനി ഇവിടുന്ന് ഇറങ്ങി എക്സിറ്റ് ആയതിനു ശേഷം ആയാലും ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചായിരുന്നു. ആദ്യമൊക്കെ ഞങ്ങൾ അത്ര സീരിയസ് ആണെന്ന് ചിന്തിക്കുന്നില്ല. നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ ഇങ്ങനെ ഒന്ന് പേടിപ്പിക്കും, പോലീസിനെ വിളിക്കുന്നൊക്കെ പറയും, എന്നിട്ട് നമ്മൾ എമൗണ്ട് കുറച്ച് കൊണ്ടുവരും. ഇതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന സംഭവം. അല്ല, ഇവർ പൈസ കുറയ്ക്കും എന്നുള്ളൊരിതാണ് ഉദ്ദേശിക്കുന്നത്. അവര് പോലീസുകാരെ ഞങ്ങളോട് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഷുറൻസ് ഇല്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇവർ ഈ ഇൻഷുറൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത് നമുക്ക് ആദ്യം മനസ്സിലായില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ കാണിച്ചു, നമ്മളുടെ ഇൻഷുറൻസ് പേപ്പർ കാണിച്ചു, നമ്മളുടെ കയ്യിലുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം കാണിച്ചു. ഇല്ല, നിങ്ങൾക്ക് ഇൻഷുറൻസ് ഇല്ല, നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാണ് എൻട്രി ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഒബ്വിയസ്ലി ഞങ്ങൾ ഇവിടുന്ന് ഈ കൺട്രിയിലോട്ട് എൻട്രി ആകുന്ന സമയത്ത് നിങ്ങളുടെ ഓഫീസേഴ്സ് തന്നെ നമ്മളുടെ ഡോക്യുമെൻറ്റ്സ് വെരിഫൈ ചെയ്തിട്ട് നമ്മളുടെ എല്ലാ ഡോക്യുമെൻറ്റ്സും ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എൻട്രി ആയത്. അല്ലാതെ നമ്മളൊരിക്കലും ബോർഡർ ക്രോസ് ചെയ്ത് ഇൻലീഗലായിട്ട് വന്നവരല്ല. നമ്മൾ അതുവഴി ലീഗലായിട്ട് പ്രോപ്പർ ചാനൽ വഴി നമ്മൾ വന്നവരാണ്. അപ്പോൾ അവരത് ചെക്ക് ചെയ്തിട്ടില്ല. അപ്പം നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും കാര്യങ്ങൾ അപ്പം നമ്മളുടെ മനസ്സിലെന്താണ്, നമ്മൾ ഓൾറെഡി എന്തായാലും ട്രാവൽ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്, ബാക്കിയുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. അപ്പം ഇപ്പോൾ ഇവർ ഇൻഷുറൻസ് ഇല്ല എന്ന് ഇവരിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട്, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ നിന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, ഓക്കെ, അറസ്റ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ എൻ്റർ ആയതും എക്സിറ്റ് ആയതും രണ്ട് ഡിഫറെൻറ്റ് ബോർഡേഴ്സ് ആണ്. അപ്പം അതിനകത്ത് തന്നെ ഈ സംഭവം സീരിയസ് ആകുന്നു എന്ന് കണ്ടപ്പം ഞാൻ ജിബുവിനോട് പറഞ്ഞായിരുന്നു, 250 പൗണ്ടെങ്കിൽ 250 പൗണ്ട് നമുക്കിത് എങ്ങനെയെങ്കിലും കൊടുത്ത് ഒഴിവാക്കിയിട്ട് ഇവിടുന്ന് പോകാം. കാരണം നമ്മുടെ സമയം പോകുന്നു, നമുക്കിനി ആകെ ഒരു ദിവസം കൂടെ ഉള്ളൂ. ആ ഒരു ദിവസത്തിൽ ഞങ്ങൾക്ക് മോണ്ടിനിഗ്രോ കണ്ടതിന് ശേഷം ഞങ്ങൾക്ക് ഫ്ലൈറ്റ് കയറി തിരിച്ച് ലണ്ടനിൽ എത്തേണ്ടതാണ്. അപ്പം നമുക്ക് സമയവും ലാഭിക്കണം. ഇവർ ഒത്തിരി നേരം ഇവിടെ സമയം പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഇന്ന് അതും പറഞ്ഞു എങ്ങനെയെങ്കിലും ഒഴിവാക്കണം. അപ്പം നമ്മൾ പോയി ഇവരോട് സംസാരിച്ചു, നമുക്ക് ഈ കാര്യം എങ്ങനെയെങ്കിലും ഒന്നല്ലെങ്കിൽ ഡീൽ ചെയ്യാം, ക്യാഷ് തരാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അവർക്ക് പറ്റത്തില്ല, കാരണം അവർ ഓൾറെഡി ഹയർ ആയിട്ടുള്ള FIR ഫയൽ ചെയ്തു, നിനക്ക് അഗൻസ്റ്റ് ആയിട്ട് FIR ഫയൽ ചെയ്തുകൊണ്ട് ഇനി ആ ഫയലിൽ നമുക്കത് അതിൻ്റെ ക്ലോസ് ചെയ്യാതെ നമുക്കത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന്. അപ്പോൾ ശരി, ഞാൻ പറഞ്ഞു ഓക്കെ, പ്രോസസ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പെട്ടെന്ന് ചെയ്യാമെന്ന് ചോദിച്ചു. ഇല്ല, അത് പ്രോസസ്സ് ഞങ്ങൾ ഇവിടുന്ന് നിന്നെ ഞങ്ങളുടെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകും, പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഞങ്ങളെ കോടതിയിൽ വിളിച്ച് ചോദിക്കും. അപ്പം ഇവിടെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓർത്ത്, ദൈവം ഇനി കോടതിയിൽ പോകുക എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് എന്താണെങ്കിലും പിറ്റേ ദിവസം രാവിലെ കോടതി ചെന്ന് നമ്മുടെ ഒരു കാര്യങ്ങളൊക്കെ റെഡി ആയിട്ട് തിരിച്ചൊക്കെ പേപ്പറൊക്കെ കിട്ടി വരുമ്പോഴത്തേക്ക് ചിലപ്പം ഒരാഴ്ച പിടിക്കുമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഒരു കണക്ക് കൂട്ടലാണ് എൻ്റെ മൈൻഡ് ഇങ്ങനെ പൊക്കോണ്ടിരുന്നത്. അപ്പോൾ അവർ പറഞ്ഞു, ഇല്ല, കോടതി ചെന്ന് കഴിഞ്ഞിട്ട് കോടതിയിൽ ഇന്ന് വൈകിട്ട് തന്നെ പോകാൻ പറ്റും, നിനക്ക് അർജൻറ്റ് ആണെങ്കിൽ ഇന്ന് വൈകിട്ട് തന്നെ പോകാൻ പറ്റും, ചെന്ന് കഴിഞ്ഞിട്ട് കോടതി എന്താണോ പറയുന്നത് അതനുസരിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞു. ഇതിനകത്ത് ഇത് ഇത്രയും പറഞ്ഞു കഴിഞ്ഞ ശേഷം പിന്നെ ജിബുവും കുറെ പോലീസുകാരുടെ കാറിന്റെ അടുത്തോട്ട് വരുന്നു. ഒരു 2 സെക്കൻഡ്സ് പോലും ഇല്ല, അതിന് മുമ്പേ ഞങ്ങളുടെ കാറിന്റെ ഫ്രണ്ടിലത്തെയും ബാക്ക് സൈഡിലെയും നമ്പർ പ്ലേറ്റ് അവര് ഊരിയെടുത്തു. അന്നേരമാണ് സത്യത്തിൽ സീരിയസ്നെസ്സിലോട്ട് എനിക്ക് മനസ്സിലാവുന്നതും. ഇനി ഞങ്ങൾ സത്യം പറഞ്ഞ ഞാനും അതുവരെ നമ്മൾ അത്രയും സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വണ്ടി മുഴുവനും അരിച്ചു പറക്കി. എൻ്റെ ഒരു പാക്കറ്റ് സിഗരറ്റ് കിടപ്പുണ്ടായിരുന്നു, ആ സിഗരറ്റൊക്കെ എടുത്ത് മണപ്പിച്ച് നോക്കി, ഗഞ്ചാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർ ചെക്ക് ചെയ്ത് നോക്കി. ബ്രൗൺ ഷുഗറോ അങ്ങനെ ഡ്രഗ്സോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് നോക്കി. അതെല്ലാം നോക്കിയിട്ടും അവർക്കങ്ങനെ നമ്മളങ്ങനെ ഒന്നും ഇല്ലീഗലായിട്ടുള്ള ഒരു സാധനങ്ങൾ നമ്മുടെ വണ്ടിക്കകത്തും അങ്ങനെയുള്ളതൊന്നും നമ്മൾ ട്രാവൽ ചെയ്യുന്നത് ഉപയോഗിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അതെല്ലാം വെരിഫൈ ചെയ്തിട്ട് അവർ വണ്ടി ലോക്ക് ചെയ്തിട്ട് അവരപ്പം നീതു വണ്ടിക്കകത്തിരിക്കുന്നതുകൊണ്ട് നീതുനോടൊന്നും ചോദിച്ചൊന്നുമില്ല. ഞാൻ അങ്ങോട്ട് ചോദിച്ചു, എന്നെ കൂടെ ഇപ്പം ജിബുവിനെ കോടതി കൊണ്ടുപോകാന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ ചോദിച്ചു എപ്പോഴത്തേക്ക് തിരിച്ചു വരും. അപ്പോൾ അവർ പറഞ്ഞു ഏകദേശം മിനിമം 6 hours
കഴിഞ്ഞിട്ട് ജിബു തിരിച്ചു വരത്തുള്ളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, ഒരു കാര്യം ചെയ്യേ, എന്നെ കൂടെ കൊണ്ടുപോകും, എൻ്റെ പേരിലും കൂടെ അങ്ങ് വെച്ചാൽ ഇവരിപ്പം കേസ് എനിക്കൊന്ന് ജിബുവിൻ്റെ പേരിൽ മാത്രമാണ് എടുത്തേക്കുന്നത്. ഞാൻ പറഞ്ഞു എൻ്റെ പേരിലൂടെ കേസാക്ക്, എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരെയും കൊണ്ടുപോയി, എനിക്കിവിടെ ഒറ്റയ്ക്ക് ഇരിക്കേണ്ട, എനിക്കും കൂടെ വരണം എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് അത് പറ്റത്തില്ല, എനിക്കൊന്ന് ജിബു ഡ്രൈവ് ചെയ്തുകൊണ്ടായിരിക്കും, ജിബുവിനെ മാത്രമേ അവർ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വണ്ടിക്കകത്തും ജിബു പോവുകയും ചെയ്തു. ജിബുവിൻ്റെ ഫോണിൽ നെറ്റില്ല, നമ്മൾ ഇ സിം ഒന്നും എടുത്തിട്ടില്ല. എൻ്റെ ഫോണിലാണെങ്കിൽ ഇ സിം കണക്ട് ആകുന്നു, ഇടയ്ക്ക് നെറ്റ്വർക്ക് പോകുന്നു, അങ്ങനത്തെ ഒരു ഇതിലാണ് ഞാനും നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പോലീസുകാർ കൊണ്ടുപോകുന്നത് പോലെ തന്നെ അവന്മാർ എൻ്റെ കയ്യിൽ അവർ സത്യത്തിൽ എൻ്റെ കയ്യിൽ വിലങ്ങ് വെക്കണം. അത് അവരുടെ റൂളാണ്. അവരെ വണ്ടിക്കകത്തോട്ട് ഒരാളെ കയറ്റുമ്പം അവരുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള അല്ലാത്ത ഒരാളെ വണ്ടിക്കകത്തോട്ട്, ആളിപ്പോൾ ക്രിമിനലാണെങ്കിലും അല്ലെങ്കിലും അവരുടെ വണ്ടിക്കകത്ത് കയറ്റുമ്പോൾ അവർ കയ്യിൽ വിലങ്ങ് വെക്കും. വിലങ്ങ് വെച്ച് പുറകിൽ ഞാനും വേറൊരു ഓഫീസർ വരുന്നു, ഫ്രണ്ടിൽ ഒരാളെ ഡ്രൈവ് ചെയ്ത് ഞങ്ങൾ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി. പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പറയുന്ന പോലെ ആര് എന്നോട് സംസാരിക്കുന്നത്, എന്നെ കയ്യിൽ വിലങ്ങ് വെച്ച് എന്നെ അവിടെ ഇരുത്തേക്കാണ്. അപ്പം എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് വാഷ്റൂമിൽ പോകാനോ കാര്യങ്ങൾക്കൊന്നും അവരങ്ങനെ സമ്മതിക്കാത്തതല്ല, അവരൊന്നും എന്നോട് ചോദിക്കുന്നില്ല. അവരെന്നെ അവിടെ കൊണ്ടുവന്നിട്ട് ഒരു ഇതിനകത്ത് കൊണ്ടുവന്ന് ഇരുത്തി. ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പം ഒരു ഓഫീസറിൻ്റെ റൂമിലേക്ക് വിളിച്ചു. അവിടോട്ട് പോയിട്ട് പുള്ളിക്കാരൻ ഇങ്ങനെ ഈ ട്രാൻസ്ലേറ്റർ യൂസ് ചെയ്തിട്ട് പുള്ളി എന്നോട് ഇങ്ങനെ ചോദിച്ചു, നീ എന്തിനാണ് ഇവിടെ വന്നത്, എന്ത് ഉദ്ദേശത്തിലാണ് വന്നത്, എവിടെയൊക്കെ പോയി, ഏതൊക്കെ സ്ഥലങ്ങൾ കണ്ടു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ അതിനൊക്കെ മറുപടികളൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാര്യങ്ങൾ, നിനക്കറിയാമോ നീ എന്ത് കുറ്റം. അപ്പം ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല എന്ത് കുറ്റമാണ്, നിനക്ക് ഇൻഷുറൻസ് ഇല്ല, അതാണ് നിൻ്റെ പ്രശ്നമെന്ന്. ഞാൻ പറഞ്ഞു ഞങ്ങൾ ഓൾറെഡി ട്രാവൽ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്, ഞങ്ങൾ ഈ കൺട്രിയിലോട്ട് കയറുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ പ്രോസസ്സ് എല്ലാം ചെയ്തിട്ടാണ് വന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. അതല്ല എന്ന് പറഞ്ഞിട്ട് പുള്ളിക്ക് അങ്ങനെ അധികം എന്നോട് സംസാരിക്കാൻ താല്പര്യവുമില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൊണ്ടുപോയ 2 ഓഫീസേഴ്സും അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞ് അവർ 9:30-10 മണിയാകുമ്പോൾ അവർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോവുകയാണ്. അപ്പോൾ പോകാൻ നേരത്ത് അവൻ വന്നിട്ട് അവർ രണ്ടുപേരും എന്നോട് വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് രണ്ടുപേരോടും നിനക്കൊന്നും തോന്നരുത്, ഞങ്ങളുടെ ലീഗൽ പ്രൊസീജിയർ ഇതാണ് എന്ന് പറഞ്ഞിട്ട് അവർ വലിയൊരു ഡോക്യുമെൻറ്റ്സ്, ഒരു 6-7 പേജ് അവരുടെ ലാംഗ്വേജിൽ ടൈപ്പ് ചെയ്തിട്ടുള്ള ഒരു പേപ്പർ കൊണ്ടുവന്നിട്ട് എൻ്റെ തന്നിട്ട് പറഞ്ഞു സൈൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് സൈൻ ചെയ്യാൻ താല്പര്യമില്ല, കാരണം ഇതെന്താണ് നിങ്ങളിവിടെ എഴുതി വെച്ചിരിക്കുന്നത് എനിക്കറിയത്തില്ല, അപ്പം ഞാനങ്ങനെ സൈൻ ചെയ്തു തരുന്നത്. ഓക്കെ, അത് നിനക്ക് സൈൻ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ സൈൻ ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ട് അവർ പിന്നെ അത് പോയിട്ട് പിന്നീട് അവർ എന്നോട് വന്നിട്ട് ക്ഷമയൊക്കെ പറഞ്ഞിട്ട് അവരങ്ങ് പോയി ഡ്യൂട്ടി കഴിഞ്ഞ്. അപ്പം അവർ ഡ്യൂട്ടി കഴിഞ്ഞ് പോയപ്പോഴത്തേക്ക് ഏകദേശം ഒരു 25 വയസ്സുള്ള ഞാൻ ഒരിക്കലും അവനെ മറക്കത്തില്ല കേട്ടോ, അവനാണ് എൻ്റെ അടുത്ത് വന്ന്, അവൻ അവിടുത്തെ ഒരു പോലീസുകാരനാണ്. അവൻ എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് ചോദിച്ചു എന്താ പേരെന്താ. അപ്പം ജിബു എന്ന് ഞാൻ എൻ്റെ പേര് പറഞ്ഞപ്പോൾ അവനോട് വായിൽ വരുന്നില്ല. അപ്പം ഞാൻ ജോർജ് എന്ന് പറയുമ്പോൾ ജോർജ് എനിക്ക് ഓക്കെയാണ് എന്ന് പറഞ്ഞിട്ട്, ജോർജ് നീ പേടിക്കൊന്നും വേണ്ട, നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ കോർട്ടിലോട്ട് പോവുകയാണ്, നീ എൻ്റെ കൂടെയാണ് കോർട്ടിൽ വരുന്നത്, നീ എന്നോട് ഹാർഷായിട്ടൊന്ന് സംസാരിക്കുകയോ എന്നെ അറ്റാക്ക് ചെയ്യുവാനൊന്നും ശ്രമിക്കരുത്, എൻ്റെ കയ്യിൽ ഗണ്ണുണ്ട് എന്നിങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ ക്രിമിനൽ കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ, എനിക്ക് അറിയത്തില്ലാത്ത എന്തോ ഒരു നിയമവശം നിങ്ങളുടെ കയ്യിലുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾ എന്നോട് ഇങ്ങനെ എന്നെ ട്രീറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, ഇനി എന്താണെങ്കിലും കുഴപ്പമില്ല, ഞാൻ കോടതിയിൽ ചെന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ എന്നോട് ഇങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് സംസാരിക്കുക, അപ്പം നിനക്ക് വെള്ളം വേണോ, ടോയ്ലറ്റിൽ പോകണോ, അതെല്ലാം. അപ്പോൾ അവൻ എൻ്റെ വിലങ്ങൊക്കെ അഴിച്ചു കേട്ടോ. വിലങ്ങ് അഴിച്ചിട്ട് എന്നോട് പറഞ്ഞു, നീ എന്നോട് നല്ല ഫ്രണ്ടായിട്ട് ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ ഫ്രീ ആയിട്ട് വിടാം എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞ് അവൻ എന്നെ ടോയ്ലറ്റിൽ കൊണ്ടുപോയി അതിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിയുമ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞു നമ്മളിനി കോർട്ടിലോട്ട് പോവാണ്, നീ വണ്ടിയുടെ പുറകിലിരിക്കണം, നീ എൻ്റെ വണ്ടിയുടെ പുറകിലിരിക്കണം, അതാണ് ഇവിടുത്തെ റൂളെന്ന് പറഞ്ഞു. അത് കഴിയുമ്പോഴത്തേക്ക് ഞാൻ പുറകിൽ കയറാൻ ഡോറ് തുറന്നപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞു അല്ലേ വേണ്ടടാ, നീ എൻ്റെ ഫ്രണ്ടല്ലേ, നീ ഫ്രണ്ടിൽ വാ, നമുക്ക് ഒരുമിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ പോകാം. സത്യത്തിൽ അവൻ എന്നോട് ഇടപെട്ട് കഴിഞ്ഞപ്പോഴാണ് ഞാൻ കുറച്ചൊന്നും മെൻ്റലി ഓക്കെ ആയി വന്നത്. അപ്പം ആ സമയത്തെല്ലാം നീതു എനിക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള ഒരു സ്ഥലത്ത് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ് കാറിൽ. അപ്പം എന്താണ് സിറ്റുവേഷൻ, ഇവളുടെ കാര്യങ്ങൾ എങ്ങനെയാണ് പോകുന്നത് ഒന്നും എനിക്ക് അറിയാനോ കോണ്ടാക്ട് ചെയ്യാനോ പറ്റുന്നില്ല. എനിക്ക് ആ സമയത്തിനകത്ത് ഞാൻ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുമ്പം ഞാൻ ഓരോ 5 മിനിറ്റ്സിലും തിരിഞ്ഞ് നോക്കിക്കൊണ്ടേ ഇരിക്കുമോ ജിബു തിരിച്ചെത്തി, എനിക്കറിയാം വരത്തില്ലെന്ന്. പക്ഷെങ്കിൽ നമ്മൾ അത്രയും ഒറ്റപ്പെട്ട വേറെ ഏത് സ്ഥലത്താണെങ്കിലും അല്ലെങ്കിൽ ഭാഷയെങ്കിലും അറിയുന്ന സ്ഥലത്താണെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യാം. ഇത് അവിടെ ആരും ഒരു പരിചയമുള്ളവരില്ല. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സ്റ്റാഫ് വന്നിട്ട് എന്നോട് ജിബുവിൻ്റെ ലൈസൻസ് എടുത്തു കൊടുക്കാൻ പറഞ്ഞു. ഞാൻ വണ്ടിയിൽ നിന്ന് ലൈസൻസ് എടുത്തു കൊടുത്തു. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം തിരിച്ചു കൊണ്ടുവന്ന് എനിക്ക് തിരിച്ചു കൊണ്ട് തന്നവർ. അപ്പം ഞാനും ഇവനും കൂടെ ഒരുമിച്ച് ഞങ്ങൾ കോടതിയിൽ ചെന്നു. അപ്പോൾ കോർട്ടെന്ന് പറഞ്ഞ ഒരു ഒരു ബിൽഡിങ്ങിൻ്റെ നമ്മുടെ നാട്ടിലുള്ള ചെറിയ കോടതികൾ പോലെ തന്നെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട്
ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് അവിടെ ഒരു കോർട്ടിൻ്റെ വാതിക്കൽ, ചെറിയൊരു ഓഫീസിൻ്റെ വാതിക്കൽ പോയിരുന്നു. അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ കോടതിയോ കാര്യങ്ങളോ ചിട്ടാവട്ടങ്ങളോ പോലെയൊന്നും അല്ല അവിടെ. അവിടെ കുറച്ചുകൂടെ ഫ്രീ ആണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജഡ്ജി വന്നത് ഒരു 3/4 ഒരു ടീഷർട്ട് ഇട്ടുകൊണ്ടാണ്. എനിക്ക് സത്യത്തിൽ ജഡ്ജിയാണെന്ന് അറിയത്തില്ല. ഞാൻ ഓർത്ത് അവിടുത്തെ ആരോ ക്ലീനിങ്ങിൻ്റെ ആൾക്കാരെന്തിലായിരിക്കും എന്ന് പറഞ്ഞ് പുള്ളി ഇങ്ങനെ അതുവഴി പറഞ്ഞു. അപ്പോൾ നടന്നു പോയപ്പോഴത്തേക്ക് ഇവനിങ്ങനെ എഴുന്നേറ്റ് ഹലോ സാറേ എന്ന് ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട്, അപ്പം ഞാൻ അവനോട് ചോദിച്ചു താര ജഡ്ജിയാന്ന് പറഞ്ഞു. അപ്പം അവനോട് ഞാൻ ചോദിച്ചു എടാ ഇതെന്താണ്, കാര്യം എന്തുവാണ്? അപ്പോൾ ഇവൻ എന്നോട് പറഞ്ഞു നിനക്ക് ഇൻഷുറൻസ് ഇല്ല. ഞാൻ പറഞ്ഞു എൻ്റെ ട്രാവൽ ഇൻഷുറൻസ് ഉണ്ട്, നിനക്കത് ചെക്ക് ചെയ്യുക, നിനക്ക് എന്തിട്ടോ? അപ്പോൾ അവൻ പറഞ്ഞു നിൻ്റെ ട്രാവൽ ഇൻഷുറൻസ് അല്ല, നിൻ്റെ കാറിൻ്റെ രജിസ്ട്രേഷൻ വെച്ചിട്ട് നിങ്ങളുടെ ഇൻഷുറൻസ് കഴിഞ്ഞ വർഷം തീർന്നതാണ്. ഇല്ല, കഴിഞ്ഞ ഒരു മാസത്തെ ഇതുണ്ട്, കഴിഞ്ഞ മാസം തീർന്നതാണ് എന്ന് പറഞ്ഞപ്പോഴാണ് സത്യത്തിൽ നമ്മളെ പിടിച്ചോണ്ട് വന്നിരിക്കുന്നത് നമ്മളുടെ കയ്യിലുള്ള തെറ്റുകളോ നമ്മളുടെ ഡോക്യുമെൻസിൻ്റെ പോരായ്മകളോ കൊണ്ടിട്ടല്ല, നമ്മൾ എടുത്തുകൊണ്ട് വന്ന റെൻ്റേ കാറിൻ്റെ ഇൻഷുറൻസ് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞ മാസം തീർന്നതാണ്. അത് അവർ റിന്യൂ ചെയ്തിട്ടില്ല. ആ ഒരു കേസിലാണ് എന്നെ പിടിച്ചുകൊണ്ട് ഒരു ക്രിമിനൽ കുറ്റം പോലെ കൊണ്ടുവന്ന് അവിടെ ഇരുത്തിയേക്കുന്നുള്ളത് മനസ്സിലാകും. അപ്പം ഞാൻ സത്യത്തിൽ ഇങ്ങോട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കോടതിയിലേക്ക് വരുന്ന സമയത്ത് അവൻ്റെ വൈഫൈ ഷെയർ ചെയ്ത് തന്നു. ഞാൻ നീതുവിനെ കോൺടാക്ട് ചെയ്തിരുന്നു. കോർട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നീതുവിനെ കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു ഇതാണ് കാര്യം. അപ്പോൾ ഇവൻ എന്നോട് പറയുന്നുണ്ട് നീ ഒരു കാര്യം ചെയ്യുക, നിനക്ക് റെൻറ്റ് കാറ് തന്നിരിക്കുന്ന അവരെ കോൺടാക്ട് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ ഇൻഷുറൻസ് പുതുക്കി സെറ്റ് ചെയ്ത് തരണമെന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ ഇവൻ എന്നോട് ഇത് കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഉടനെ തന്നെ നീതുവിനെ വിളിച്ചിട്ട് പറഞ്ഞു നീതു ഇതേപോലെ നമ്മൾ റെൻറ്റിന് എടുത്തുകൊണ്ട് വന്നിരിക്കുന്ന നമ്മുടെ വണ്ടിയുടെ ഇൻഷുറൻസ് കഴിഞ്ഞ മാസം തീർന്നതാണ്. അപ്പോൾ അത് റിന്യൂ ചെയ്യണം. അത് റിന്യൂ ചെയ്യാതെ നമുക്കിനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അതാണ് ഇവർ നമ്മളുടെ കയ്യിലുള്ള കുറ്റമായിട്ട് കാണുന്നത്. അപ്പോഴാണ് ഞങ്ങൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഡോക്യുമെൻസിലോ ഞങ്ങളുടെ കയ്യിൽ നിന്നോ പറ്റിയിരിക്കുന്ന ഒരു തെറ്റല്ല. ഇത് അവരുടെ കാർ കമ്പനി അവരുടെ ഇൻഷുറൻസ് പുതുക്കാത്തത് കൊണ്ടാണ് നമ്മളെവിടെ കൊണ്ട് നിർത്തിക്കുന്നുള്ളത് മനസ്സിലാക്കുന്നത് ആ കോടതിയുടെ ഫ്രണ്ടിൽ ഇരിക്കുമ്പോഴാണ് സംഭവം നമ്മൾ മനസ്സിലാക്കുന്നത്. ആ മൊമെന്റ് മനസ്സിലാക്കിയ മറ്റൊരു കാര്യമാണ് അവർ നമ്മളോട് കൈക്കൂലി അല്ല ചോദിച്ചത്. നമ്മൾ പോയി ഇൻഷുറൻസ് റിന്യൂ ചെയ്യാനുള്ള ഒരു എമൗണ്ട് ആണ് അവർ നമ്മളോട് അപ്പം ഇവനെ എന്നോട് സംസാരിച്ചും പറഞ്ഞു ഇത് നിന്നോട് അവിടെ വെച്ച് ഈ പോലീസുകാരൻ എൻ്റെ അവിടെ വെച്ചില്ലായിരുന്നു. പക്ഷെ ഞാൻ ഞങ്ങൾ പോകുന്ന വഴിക്കും കാര്യങ്ങളൊക്കെ സംസാരിച്ച് കൊടുത്തില്ല. അവനോട് ഞാനിങ്ങനെ പറഞ്ഞായിരുന്നു, അവരിങ്ങനെ എന്നോട് 250 പൗണ്ടോളം അടയ്ക്കണമെന്ന് ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ഇവന് എന്നോട് ആ കോടതി വെച്ചിട്ട് എന്നോട് പറഞ്ഞു നിന്നോട് അവിടെ വെച്ച് അവർ പറഞ്ഞതല്ലേ, അപ്പോൾ ആ 250 പൗണ്ട് അവർക്ക് കൊടുത്തിരുന്നെങ്കിൽ അവർ ഇൻഷുറൻസുകാരെ കോൺടാക്ട് ചെയ്തിട്ട് ഈ കാറിന് ഒരു ദിവസത്തേക്കുള്ള ഇൻഷുറൻസ് എടുത്തു തരും, അല്ലെങ്കിൽ 2 ദിവസത്തേക്കുള്ള ഇൻഷുറൻസ് എടുത്തു തരും. ഇപ്പോൾ ഏകദേശം ഒരു 6 ദിവസത്തേക്കുള്ള 250 കൊടുത്തു കഴിഞ്ഞാൽ മിനിമം 12 ഡേയ്സോ 6 ഡേയ്സോ അങ്ങോട്ടാണ് അവരുടെ കാറിനുള്ള ഇൻഷുറൻസ് റിന്യൂ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ അവരത് ചെയ്തു തന്നേനെ, അതിന് വേണ്ടിയിട്ടാണ് നിന്നോട് അവർ ക്യാഷ് ചോദിച്ചത് എന്ന് പറഞ്ഞപ്പോഴാണ് ഇവർ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചതാണെന്നും ഇവർ നമ്മളോട് കൈക്കൂലി ചോദിച്ചതല്ല. വണ്ടിയിൽ ഞാൻ അവിടെ ചെന്ന സമയത്ത് നീ വേറൊരു വണ്ടി പിടിച്ച് ഇത്ര മൈല് മാറിയിട്ട് അവിടെ പോയിട്ട് അക്കൗണ്ടിൽ നിന്ന് പൈസ എടുത്തോണ്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ ഇത് ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞത് ഇതുകൊണ്ടിട്ടാണെന്നുള്ളത് ആ കോടതിയിൽ ഇരിക്കുമ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ പിന്നെ പേഴ്സണലി നമുക്കൊന്നും പറയാനില്ല. കോടതിയിൽ ജഡ്ജി വന്നതിന് ശേഷം കോടതിയിലോട്ട് കയറി. ആ സമയത്ത് നീതു ഇൻഷുറൻസിന്റെ ആൾക്കാരെ വിളിച്ച് ജിബു ഇത് വിളിച്ച് പറയുന്നത് രാത്രി ഏകദേശം 1 മണിയോളം ആയപ്പോഴാണ് എന്നെ ഫോൺ ചെയ്ത് കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പം ഞാൻ ഓർത്തൊക്കെ രാത്രി 1 മണിക്ക് ഞാൻ മറ്റേ കാറിൻ്റെ ഡീലേഴ്സിനെ വിളിച്ച് സംസാരിച്ചു. അപ്പം എൻ്റെ കാറിൻ്റെ ഏജൻസിയെ വിളിച്ചു. അപ്പം എൻ്റെ മനസ്സിലത്തെ വിചാരം എന്ന് വെച്ചാൽ ഇപ്പം ഞങ്ങൾ രണ്ടുപേരും ഓൾറെഡി വിളിച്ചപ്പോൾ സംസാരിച്ചായിരുന്നു നമ്മുടെ ഇത്ര അവേഴ്സ് ഏകദേശം 6 o'clock തുടങ്ങിയ പരിപാടിയാണ്. അപ്പം ഏകദേശം 6 to 7 hours ഇവർ കാരണം നഷ്ടപ്പെട്ടെ. കാരണം ഈ സമയം കൊണ്ട് ഞങ്ങൾ അപ്പുറത്ത് ബോർഡർ കടന്ന് വേറെ സ്ഥലത്ത് എത്തേണ്ടതായിരുന്നു. അപ്പോൾ ഇവർ കാരണം നമുക്ക് ഇത്ര നഷ്ടം ലൈഫിലുണ്ടായി, എന്തായാലും ഈ നഷ്ടപരിഹാരം കാറിൻ്റെ ആൾക്കാരിൽ തന്നെ മേടിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഇവരെ ഫോൺ ചെയ്യുന്നത്. ഞാൻ ഇവരെ ഫോൺ ചെയ്ത് സംസാരിക്കുകയും ഇവരെന്നോട് തിരിച്ച് കുറേ ദേഷ്യപ്പെടുന്ന പോലായി. ദേഷ്യപ്പെടുന്നതെന്ന് വെച്ചാൽ അവർ ചോദിക്കുന്നത് ആരോട് ചോദിച്ചിട്ടാണ് സെർബിയയ്ക്ക് പോയതെന്നാണ് അവരുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ പ്ലാനിലുണ്ടായിരുന്ന ഒരു കൺട്രി അല്ല, ഞങ്ങൾക്ക് വേറൊരു സ്ഥലത്ത് കയറാൻ പറ്റാഞ്ഞത് കൊണ്ട് ഞങ്ങൾ ഡൈവേർട്ട് ചെയ്ത് ഇങ്ങോട്ട് പോയതാന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അങ്ങനെ പറ്റത്തില്ല, ഞങ്ങളോട് നിങ്ങൾ പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു രാജ്യത്ത് നിങ്ങൾ എൻ്റർ ആകുന്ന കാര്യം. ഞങ്ങൾ ഓൾറെഡി രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ട് സെർബിയയുമായിട്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ പെർമിഷൻ ഇല്ലാതാണ് അങ്ങോട്ട് പോയത്. മറ്റ് രാജ്യങ്ങൾ തമ്മിൽ സത്യത്തിൽ നമ്മൾ ഇന്ത്യയിൽ
ഇന്ത്യയുടെ ഒരു വണ്ടി എടുത്തുകൊണ്ട് പാകിസ്ഥാനിൽ കയറിയ ഒരു അവസ്ഥയായിപ്പോയി. ആ. അതാണ് സംഭവിച്ചത്. കാരണം ഇന്ത്യയിൽ നമ്മുടെ ചിലപ്പോൾ നിയമങ്ങളാ ഇൻഷുറൻസ് തീർന്ന് അടുത്ത മാസം പെട്ടെന്ന് ഒരു മാസത്തിന്റെ അവൻ അഡ്ജസ്റ്റ് ഇപ്പൊ അൽബേനിയ, മോണ്ടനീഗ്രോ അവരൊക്കെ ഇവരൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ആണ്. അഡ്ജസ്റ്റ്മെന്റ് ആണ്. അവർ ആ ഇൻഷുറൻസ് കാര്യങ്ങളൊന്നും അങ്ങനെ ചെക്ക് ചെയ്തില്ല. ഒരു പക്ഷേ കുഴപ്പമില്ല. ഇവര് സത്യത്തിൽ നമ്മളുടെ ഇന്ത്യൻ വണ്ടി അല്ലെങ്കിൽ ഒരു പാകിസ്ഥാൻ വണ്ടി നമ്മളുടെ ഇന്ത്യയിൽ കയറി കഴിയുമ്പോൾ ആ വണ്ടിയുടെ നട്ടുബോൾട്ട് തൊട്ട് ടയറിൻ്റെ അകത്തുള്ള എല്ലാ സംഭവങ്ങളും നമ്മൾ ചെക്ക് ചെയ്യുന്നത് പോലെ തന്നെ എല്ലാ ഡോക്യുമെൻറ്റ്സും അവരും ചെക്ക് ചെയ്തു. ആ ചെക്ക് ചെയ്ത കൂട്ടത്തിൽ വണ്ടിയുടെ ഇൻഷുറൻസ് തീർന്നതായിട്ട് കണ്ടെത്തി. അതുകൊണ്ടാണ് അവർ നമ്മളെ പിടിച്ചു വെച്ചത്. അപ്പൊ അവരും പറഞ്ഞു, നിങ്ങളിപ്പം അവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളോടുള്ള ഇതല്ല, രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിന്റെ ഭാഗം കൂടെ ആയതുകൊണ്ടാണ് നിങ്ങൾ ഇത് ഇത്രയും ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നത്. ഇൻഷുറൻസ് തീർന്നു, എന്തായാലും നാളെ രാവിലെ വരെ വെയിറ്റ് ചെയ്യുന്നൊക്കെ ആള് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് വെയിറ്റ് ചെയ്യാനൊക്കത്തില്ല, ഞങ്ങൾക്ക് നാളെ വൈകിട്ട് തിരിച്ച് ഫ്ലൈറ്റ് ഉണ്ട്, ഞങ്ങൾക്ക് ആ സമയം കൊണ്ട് ഇവിടുന്ന് ഡ്രൈവ് ചെയ്ത് അവിടെ എത്തേണ്ടതാണ്, 2 ബോർഡർ പിന്നെയും കഴിയണം, അപ്പോൾ ഞങ്ങൾക്ക് പറ്റത്തില്ല, നിങ്ങൾ എത്രയും പെട്ടെന്ന് എനിക്ക് ഇൻഷുറൻസിൻ്റെ കാര്യങ്ങൾ ചെയ്തു തരണം, ആ ഡോക്യുമെൻ്റ് ഇവിടെ സബ്മിറ്റ് ചെയ്താൽ മാത്രമേ ഞങ്ങൾക്ക്, എൻ്റെ ഹസ്ബൻഡ് ഇപ്പം കോർട്ടിലാണ്, ഞാൻ ഒറ്റയ്ക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കുറേ സംസാരിച്ചു. ആളപ്പോൾ തന്നെ വേറൊരാളിനെ ഫോൺ ചെയ്ത് ഇൻഷുറൻസിൻ്റെ പേപ്പർ അവരെങ്ങനെ അത് റെഡിയാക്കിയെന്ന് എനിക്കറിയത്തില്ല, ഏകദേശം ഒരു 3 hours ഒരു 3 hours-ന്റെ അകത്ത് നമുക്ക് ഇൻഷുറൻസ്. അപ്പം ആ പ്രസന്റ് സിറ്റുവേഷനിൽ ഞാൻ കോർട്ടിൽ അപ്പം നമ്മളെ ജഡ്ജി വിളിച്ചപ്പോഴത്തേക്ക് അവിടെ ഒരു പെണ്ണും ഇരിപ്പുണ്ട്, ജഡ്ജി ഇരിപ്പുണ്ട്. ജഡ്ജി കയറിയ പാടെ തന്നെ എന്നോട് ചോദിച്ചു, സിഗരറ്റ് വലിക്കുന്നു, നിനക്ക് ടെൻഷൻ ഉള്ളതുപോലെ തോന്നുന്നു. ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ വേണ്ട, ഞാൻ വലിക്കുന്നില്ല എന്നിങ്ങനെ പറഞ്ഞു. പക്ഷേ പോലീസുകാരൻ പറഞ്ഞല്ലോ നിൻ്റെ വണ്ടിക്കകത്ത് സിഗരറ്റ് ഉണ്ടെന്ന്, നീ വലിക്കുന്ന ആളാണെന്ന് പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞല്ല, ഞാനിപ്പം കോടതിയിൽ അങ്ങനെ ഞങ്ങൾ വലിക്കാറില്ല. മീൻസ് നമ്മൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ, നമ്മൾ ആ ഒരു കൾച്ചറിലല്ലല്ലോ നമ്മൾ നിന്നിരിക്കുന്നത്. നമ്മുടെ ജഡ്ജി എൻ്റെ കൂടെ വന്ന പോലീസുകാരനായിട്ടുള്ള 25 വയസ്സുള്ള പയ്യനെ, അവനെ കുറേ വഴക്കൊക്കെ പറഞ്ഞു, എടാ ഇത് നിങ്ങളുടെ ഓഫീസേഴ്സ് ചെയ്ത കുറ്റമാണ്, ഇവനിങ്ങനെ ഹറാസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, നീ എന്തിനാണ് അവനെ വിലം കഴിച്ച്. അപ്പം സത്യത്തിൽ കോർട്ടിൻ്റെ അകത്തോട്ട് കയറിയപ്പോഴത്തേക്ക് അവൻ എനിക്ക് വിലം ഇട്ട് തന്നായിരുന്നു, വിലം കഴിക്ക് എന്നിങ്ങനെ പറഞ്ഞു. വിലം കഴിച്ചു. അവരിനി ഫ്രീ ആണ്, നീ ഇനി ഫ്രീ ആണ്, കുഴപ്പമൊന്നുമില്ല, നീ ടെൻഷൻ അടിക്കണ്ട, ഞാനൊരു കാര്യം ചെയ്യാം, ഡോക്യുമെൻറ്റ്സ് എല്ലാം റെഡിയാക്കിയിട്ട് നിന്നെ ഫ്രീ ടു ഗോ എന്നുള്ള രീതിയിൽ ഞാൻ സെറ്റ് ചെയ്യാം. പക്ഷേ നിങ്ങളുടെ ഇൻഷുറൻസ്, കാറിൻ്റെ ആൾക്കാർ അവരുടെ ഇൻഷുറൻസ് സെറ്റ് ചെയ്ത് നിനക്ക് അയച്ചു തരാതെ നിന്നെ വിടാൻ പറ്റത്തില്ല, അത് ലീഗലിൽ എനിക്ക് കോർട്ടിൽ നിന്ന് ഒരിക്കലും അങ്ങനെ ഒരു കാര്യം സാങ്ഷൻ ചെയ്തു തരാൻ പറ്റത്തില്ല. പക്ഷേ ഏകദേശം ഇതേപോലെ തന്നെ കോർട്ട് ഓർഡർ, നമ്മുടെ FIR ക്ലോസ് ചെയ്തുകൊണ്ട് കോർട്ട് ഓർഡറായിട്ട് ഒരു ഡോക്യുമെൻറ്റ്സ് എൻ്റെ കയ്യിൽ തന്നു. എന്നോട് പറഞ്ഞു, ഇത് നിൻ്റെ കയ്യിൽ വെക്കുക, ഈ കോപ്പി നീ ബോർഡറിൽ കാണിച്ചാൽ മതി, എന്തെങ്കിലും ഇഷ്യൂസ് വരുവാണെങ്കിൽ നീ ബോർഡറിൽ കാണിക്കണം, പക്ഷേ നിങ്ങളുടെ കാറിൻ്റെ ഇൻഷുറൻസ് ഫില്ല് ചെയ്യാതെ നീ ബോർഡർ കടക്കരുത്. അത് ഞാൻ ഇതിൻ്റെ അകത്ത് ഈ ഡോക്യുമെൻറ്റ്സിൻ്റെ അകത്ത്, അത് അവരുടെ ലാംഗ്വേജിലാണ്, പക്ഷേ ആ ഡോക്യുമെൻറ്റ്സിനകത്ത് ഞാനത് പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ നീ എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞു, ഞാൻ അവരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്, അവരത് എത്രയും പെട്ടെന്ന് രാവിലത്തേക്കകത്ത് സെറ്റ് ചെയ്ത് തരുമെന്ന് പറഞ്ഞു. അങ്ങനെ കോർട്ടിൽ നിന്ന് വളരെ ഹാപ്പി ആയിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോഴാണ് ഞങ്ങൾ ഓക്കെ, നമ്മളുടെ പ്രശ്നങ്ങളെല്ലാം തീർന്നു. ഞങ്ങൾ അവിടുന്ന് നേരെ പോലീസ് സ്റ്റേഷനിൽ, കോർട്ടിൽ നിന്ന് നേരെ പോലീസ് സ്റ്റേഷനിലെത്തി. കോർട്ടിൽ നിന്ന് നേരെ ജിബു ബോർഡറിലോട്ട് തിരിച്ചു വന്നു. എന്നിട്ട് പോലീസുകാരനെ ഫോളോ ചെയ്ത് നമ്മുടെ വണ്ടി പോലീസുകാരനെ ഫോളോ ചെയ്ത് നമ്മൾ പോലീസ് സ്റ്റേഷനിലോട്ട് ചെന്ന് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അവിടെ കിടന്നുറങ്ങി, വണ്ടിക്കകത്ത് തന്നെ കിടന്നുറങ്ങി. അങ്ങനെ ആ 7 ഡോക്യുമെൻറ്റ്സും പ്ലസ് നമ്മളുടെ കാറിൻ്റെ ഇൻഷുറൻസ് കോപ്പി എടുത്തതും എല്ലാം കൂടെ അതുമായിട്ട് നമ്മൾ ആ പോലീസുകാരോടൊക്കെ യാത്ര പറഞ്ഞ്, അത് വല്ലാത്തൊരു അനുഭവമായിരുന്നു. വലിയ ടെൻഷൻ അടിക്കാതൊക്കെ, കൈക്കൂലിയാണ് നമ്മളോട് ചോദിക്കുന്നത് എന്നുള്ള രീതിയിൽ. പക്ഷേ ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കി കഴിഞ്ഞപ്പം സഹതാപവും വിഷമവും എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ഒരു സ്ട്രഗിൾ ഉണ്ടാകത്തില്ലായിരുന്നു. 250 pound നമ്മൾ അവിടെ പോയി എടുത്തിരുന്നെങ്കിൽ അവരപ്പം തന്നെ ഇൻഷുറൻസ്, വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് വെച്ചിട്ട് ഇൻഷുറൻസ് എടുത്ത് നമ്മളുടെ കയ്യിൽ തന്നതിനും നമുക്ക് ആ ഇൻഷുറൻസ് കാണിച്ച് നമുക്ക് പോവുകയും ചെയ്യാം. അതിനകത്ത് ഹൈലൈറ്റ് ഞങ്ങളുടെ ഏകദേശം ഇത്രയും മണിക്കൂർ വെച്ചാൽ തലേദിവസത്തെ വൈകിട്ട് 6 മണി തൊട്ട് പിറ്റേ ദിവസം വെളുപ്പിന് രാവിലെ 8 മണി വരെയുള്ള സമയവും പോയി, കുറെ ടെൻഷനും അടിച്ചു, ലാസ്റ്റ് 250 pound കൊടുക്കേണ്ടി വന്നു. മെയിൻ എനിക്ക് തോന്നുന്നു പറ്റിയ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആയില്ല. അതാണ് നമുക്ക് ലാംഗ്വേജ് അറിയത്തില്ല. നമ്മളത് ചോദിച്ച് ആദ്യമേ ക്ലിയർ ചെയ്യേണ്ടായിരുന്നു. നമ്മളത് സ്റ്റാർട്ടിങ് തന്നെ അവരങ്ങ് ജഡ്ജ് ചെയ്ത് ആണെന്ന് തോന്നുന്നു. ക്യാഷ് എന്നുള്ള വാക്കായി അവർക്ക് ഇംഗ്ലീഷിൽ അറിയത്തുള്ളായിരുന്നു. അവർ ആ ക്യാഷ് എന്നുള്ള വേർഡ് ഉപയോഗിച്ചത് കൊണ്ട് നമ്മളങ്ങ് ജഡ്ജ് ചെയ്ത് ഇവർ നമ്മളോട് കൈക്കൂലി ചോദിക്കുകയാണ്. അപ്പം ആ ഒരു ചിന്തയിലാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത്. വെച്ചാൽ അതൊന്ന് ചോദിച്ച് മനസ്സിലാക്കി ക്ലിയർ ചെയ്ത്, അല്ലെങ്കിൽ അന്നേരം തന്നെ ഒരു ട്രാൻസ്ലേറ്റർ വല്ലതും യൂസ് ചെയ്ത് അതിൻ്റെ ഫുൾ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കി അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇത്രയും ഞങ്ങൾക്ക് സമയവും നഷ്ടപ്പെടത്തില്ലായിരുന്നു. ഇത്രയും ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഇതിപ്പം പറയുമ്പോൾ ഇങ്ങനെ ഈ രീതിയിലൊക്കെ പറഞ്ഞാലും സത്യം പറഞ്ഞാൽ
ലൈഫ് സമയങ്ങളിൽ കഴിഞ്ഞു. ജിബുനെ കോടതി കൊണ്ടുപോയപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് ലൈഫ് തീർന്നു എന്നാ. കാരണം ഇനി ഇവിടുന്ന് ഒരു രക്ഷപ്പെടാൻ ഉള്ളൊരു ലൈഫിൽ ഇനി രക്ഷപ്പെടാൻ പോകുന്നില്ലെന്ന് അങ്ങ് വിചാരിച്ചു പോയായിരുന്നു. പിന്നെ സത്യം പറഞ്ഞാല് എത്ര പേർക്ക് പറ്റും സ്വന്തം രാജ്യത്തുനിന്ന് മറ്റൊരു രാജ്യത്ത് പോയി അവിടുത്തെ പോലീസിന്റെ കസ്റ്റഡിയിലാകാനൊക്കെ എത്ര പേർക്ക് ഭാഗ്യം ഉണ്ടാകും. അത് നമ്മൾ അതായത് തലേദിവസം 6 മണി തൊട്ട് പിറ്റേ ദിവസം 8 മണി വരെ 7 മണി വരെയുള്ള ഞങ്ങളുടെ സ്ട്രഗിൾ എല്ലാം കഴിഞ്ഞ് ഡോക്യുമെന്റ്സ് എല്ലാം അല്ല നിങ്ങൾ ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് ഇറങ്ങി എട്ടായി ക്ലിയർ ചെയ്തെല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പം അവിടെ വീണ്ടും ഞങ്ങൾ ബോർഡറിലോട്ട് ബോർഡറിലോട്ട് ചെന്നു. ബോർഡർ ചെന്നപ്പോഴത്തേക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലും ഉണ്ടാവും എന്നുള്ളൊരു ടെൻഷൻ ആയിരുന്നു. പക്ഷെ നമ്മുടെ ഡോക്യുമെന്റ്സ് മേടിച്ചു, എല്ലാം കഴിഞ്ഞു, പൊക്കോളാൻ അവിടുന്ന് പറഞ്ഞു. ആ ക്ലിയറൻസ് കിട്ടി. സത്യം പറഞ്ഞ ഞങ്ങൾ രണ്ടുപേരും കാറിൽ പോകുമ്പം എനിക്ക് മറ്റേ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ നമ്മൾ സർവൈവൽ മൂവീസ് കാണുമല്ലോ, അതിൽ നിന്ന് എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞിട്ട് സ്ലോ മോഷൻ ഈ വണ്ടിയിൽ ഇറങ്ങി പോകുന്ന സീൻ ഉണ്ടല്ലോ, എനിക്ക് ശരിക്കും ആ ഒരു ഫീൽ ആയിരുന്നു. ഞങ്ങൾ രണ്ടുപേരും പരസ്പരം കുറേ നേരത്തേക്ക് എനിക്കൊന്നും മിണ്ടിയേ ഇല്ല. അതിനകത്തെ വേറെ ട്വിസ്റ്റ് ഉണ്ട്, അങ്ങോട്ട് എത്തിയ പാടെ അവിടെ ഞങ്ങൾ പിടിച്ചു, അവിടെ ഞങ്ങളെ പിടിച്ചു എന്നുള്ളതാണ്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ നമ്മൾ ഓരോ കൺട്രിയിൽ കയറുമ്പോൾ അവിടുത്തെ ട്രാവൽ ഇൻഷുറൻസ് നമ്മൾ എടുക്കണം. നമ്മുടെ ഈ സെർബിയയുടെ ബോർഡറിൽ നിന്ന് ഇറങ്ങി മൗണ്ടനിഗോയുടെ ബോർഡറിലോട്ട് പോകുന്ന ആ ഗ്യാപ്പിൻ്റെ അകത്ത് നമ്മുടെ വണ്ടിയുടെ ഗ്രീൻ കാർഡ് ഇൻഷുറൻസ് എടുക്കുന്ന 1-2 ഓഫീസുകളുണ്ട്. ബോർഡർ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് എന്തായാലും അറിയാം നമ്മൾ ഗ്രീൻ കാർഡ് എടുത്തിട്ടില്ല. ആ ഓഫീസറും നല്ലൊരു ഓഫീസറായിരുന്നു. പുള്ളി ഒരു ആളെ കോൺടാക്ട് ചെയ്തു, ഗ്രീൻ കാർഡ് ഇഷ്യൂ ചെയ്തു. അതവിടെ ഡോക്യുമെൻറ്റ്സ് അവിടെ കയറിയിട്ട് നമ്മൾ മൗണ്ടനിഗോയിലോട്ട് യാത്ര ചെയ്തു. അപ്പം നമുക്ക് മോണ്ടെനിഗ്രോയിലെ കണ്ടതിനെ കുറിച്ചിട്ട് സെപ്പറേറ്റ് വീഡിയോ ഒന്നും ഞാൻ ചെയ്യുന്നില്ല. കാരണം നമ്മളത് അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ ഉള്ളൊരു മൈൻഡും ഇല്ലായിരുന്നു, നമുക്ക് ടൈമും ഇല്ലായിരുന്നു. 7-8 എന്നിട്ട് ഞങ്ങൾ മണിക്കൂർ പോകുന്ന വഴിക്ക് ഇടയ്ക്കിടയ്ക്ക് നിർത്തി സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടാണ് പോയത്. അവിടുന്ന് പിന്നെ നേരെ നമ്മൾ അൽബേനിയ എയർപോർട്ടിലെത്തി. നമ്മൾ അവിടുന്ന് ഫ്ലൈറ്റ് കയറി നമ്മൾ തിരിച്ച് UK വന്നു. ഇന്നത്തെ ആകപ്പാടെ എനിക്കും പറയാനുള്ളത്, നമ്മളിപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻ വന്നാൽ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടാവാതെ നോക്കുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാക്സിമം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കാര്യം മനസ്സിലാക്കി ആ സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾക്ക് പറ്റിയ പോലെ ഇത്രയും ടൈമൊന്നും വേസ്റ്റ് ആവത്തില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ട്രാവൽ ചെയ്യുന്ന കുറച്ച് ആൾക്കാർക്കെങ്കിലും ഫ്യൂച്ചറിൽ യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.